സ്വാശ്രയ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ മുൻ CP സ്ഥാനാർത്ഥി ആയിരുന്ന ബെനറ്റ് എബ്രഹാം ഹാജരായി. ബംഗളൂരു മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 7.25 കോടി രൂപ വാങ്ങിച്ച് തട്ടിപ്പ് നടത്തി എന്നതാണ് കേസ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ 12th of this month കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചു. ബെയിൽ കണ്ടീഷൻ ഒരേ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നേ ദിവസം 16-ാം തീയതി 11:30 മണിക്ക് ഇവിടെ ഹാജരാകണം. ഞാൻ 11-ന് മുമ്പേ ഞാനിവിടെ എത്തി. അപ്പോൾ 6 മണിക്ക് മുമ്പ് അവർക്ക് ചോദിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം പൂർത്തീകരിച്ച് എന്നെ റിലീവ് ചെയ്യണം. വേറെ ഒരു കണ്ടീഷനും ഇല്ല. ഈ കേസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞിട്ടില്ലാത്ത, സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കള്ള കേസ് കുക്കപ്പ് ചെയ്ത് അതിനെതിരെ ചില കള്ള വ്യാജ രേഖകൾ ചമച്ച് ഡൽഹിയിലുള്ള ഒരു ലേഡിയെ ട്രിവാൻഡ്രത്തുള്ള ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ബെനറ്റ് എബ്രഹാം ഹാജരായിരിക്കുന്നു. ഇനി പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്താണ്? പ്രതീക്ഷ, കാരക്കോണൻ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 7.25 കോടി രൂപ തട്ടി എന്നുള്ളതായിരുന്നു പരാതി. ഇതിൽ ബംഗളൂരുവിൽ ആണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ്. ഏതായാലും ഇതിന് പിന്നാലെ ഇദ്ദേഹം ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. നിലവിൽ മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഹാജരാവണമെന്നുള്ള നിർദ്ദേശവും കോടതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇന്ന് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ഈ കേസ് വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് ബെനറ്റ് എബ്രഹാമിന്റെ പ്രതികരണം ഉള്ളത്. അതായത് CSI സഭയിലെ തന്നെ ഒരു വിഭാഗം നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ പരാതികൾക്കും കേസുകൾക്കും പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുള്ളത്. നിലവിൽ അദ്ദേഹത്തെ മല്ലേശ്വരം പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.